ആരോപണം ചെയ്ത് ഫിയോക്കിലേക്ക് എന്നെ വിട്ടതാരാ? പ്രൊഡ്യൂസേഴ്സ്. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഹലോ എടാ നാറി, ഞാൻ എത്ര പ്രാവശ്യം പറയണടാ ഞാനല്ല എടാ പട്ടി ഞാനല്ലെന്ന് എത്ര പ്രാവശ്യം പറയണം. മനസ്സിലായോ എടാ? നിനക്ക് മനസ്സിലായോടാ? ഞാനെല്ലാം പറഞ്ഞെന്ന് മനസ്സിലായോ? ആ, ആരാണ് ടോം വിളിച്ചത്? കുറെ നാളായിട്ട് ഒരുത്തൻ നീ ടിനി ടോം അല്ലേ, നിന്റെ മിമിക്രി കൊള്ളത്തില്ലെന്നും പറഞ്ഞ് എന്നെ തെറി വിളിച്ചോണ്ടിരിക്കുക. ഞാൻ എന്തോ ചെയ്യാനെന്ന് പറ. തോമസ് കോടതിയിൽ പോയതുകൊണ്ടാണ്. സാന്ദ്ര തോമസ് കോടതിയിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഫിലിം ചേംബർ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആവശ്യപ്പെട്ടേനെ സാന്ദ്ര എന്താ തിരിച്ചെടുക്കണമെന്ന് അല്ലേ? സാങ്കല്പിക ചോദ്യത്തിന് ഉത്തരം വരുന്നേ. കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റൂട്ടിൽ കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. സ്നേഹിത, സമയം വെള്ളം പറ്റും. പട്ടി ഇപ്പുറം വരും. ചുമ്മാ കാശ്മീർ ഉത്തരം എന്ന് പറയുന്ന കൺവിൻസിങ് സ്റ്റാർ എന്നല്ലേ? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺവിൻസ് ആകുമ്പോ നമുക്ക് കൺവിൻസ് ആകാതിരിക്കുന്നതാണോ? അത് നമുക്ക് കൺവിൻസ് ആയി നിങ്ങൾക്ക് എല്ലാവർക്കും കൺവിൻസ് ആയിട്ട് അങ്ങനെ എല്ലാം കൺവിൻസ് ആയി വരുന്നതാണോ? അത് എല്ലാവർക്കും കൺവിൻസ് ആവണമെന്നുണ്ടോ? അത് നമ്മളെല്ലാം കൺവിൻസ് ആയിട്ട് അങ്ങനെ കൺവിൻസ് ആണെങ്കിൽ കൺവിൻസ് ആകണം. എന്തെങ്കിലും ഒന്ന് പറ. കൺവിൻസ് മനസ്സിലായോ? ഞാൻ പറഞ്ഞേ കൺവിൻസ് ആകണമെങ്കിൽ സെക്രട്ടറി ഇവിടെ വന്ന് അല്പസമയം മുമ്പ് പറഞ്ഞതാണ് പുറത്താക്കിയ തെറ്റായി പോയി എന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ പത്രക്കാർക്ക് ഒരു പരിപാടിയുണ്ട്, വായിക്കറി വെടിവെക്കും. ഞാൻ പറഞ്ഞ എങ്ങനെയാണ്? സാന്ദ്ര എന്നല്ല ഒരു മെമ്പറേയും ഒരു സംഘടനയിൽ നിന്നും പുറത്താക്കുന്ന. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും. സാന്ദ്രയെ പോലെ എഴുന്നേറ്റ് നിന്ന് വർത്താനം പറയുന്ന ആൾക്ക് മാത്രമോ? ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ പടങ്ങൾ നിരന്ന് പൊട്ടുന്നുണ്ടല്ലോ. ബി ഉണ്ണികൃഷ്ണൻ പടത്തിന് വല്ല കുറവുണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണ് പിന്നെ എങ്ങനെയാണ് പുള്ളി പടം ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വിഷയങ്ങളിലല്ല. നിർമ്മാതാക്കളുടെ സംഘടന ഭാഗമായിട്ടുള്ള ഒരാള്, ഒരു നിർമ്മാതാവായ ആള് എങ്ങനെയാണ് തൊഴിലാളി വർഗത്തിന് വേണ്ടി അല്ലെ തൊഴിലാളി സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇത്രയും നാളായി ഇരിക്കാൻ പറ്റുന്നത്? എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആൽഫി പറഞ്ഞു ഒരു ബീർ അടിക്കാമെന്ന്. ഇപ്പോഴത്തെ ടെൻഷന് ഞാൻ അന്ന് ആദ്യമായിട്ട് ബീർ അടിച്ചു പോയി. ആദ്യമായിട്ട് താനല്ലെങ്കിലും പാത്തും പതുങ്ങിയും ഇടയ്ക്കൊക്കെ ലേശം അടിക്കാറുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായി. എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന, ഞാൻ എല്ലാം ചെയ്തുകൊണ്ട് വന്ന എന്റെ സിനിമയായിരുന്നു അത്. അത് ഒരു സുപ്രഭാതത്തിൽ ആൻഡോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി വരുന്നു, ആ സിനിമ അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും ഞാൻ കൊണ്ടുപോയി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ഇത്ര അപ്പോൾ ചോദിക്കാം. ചൂടെടുക്കും നിങ്ങൾ പറ. ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ പെരിയാർ, ബി വയലാർ, സി അലിയാർ ആൻഡ് ഡി മുസലിയാർ. പല തീരുമാനങ്ങളിലും ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെ ഇടപെടലുകൾ ഉണ്ടാവാറില്ലേ? ഇല്ലേ? സായിച്ചേട്ടാ, ഞാൻ അറിയാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ജൂതൻ സിനിമയുടെ എന്റെ കേസ് തന്നെ എടുത്തു. സായിച്ചേട്ടൻ അറിയാവുന്ന സായിച്ചേട്ടൻ ഇടപെട്ട കേസാണല്ലോ. സുരേഷ് ഗോപി ഒരിക്കലും ആവൂല, അതെനിക്കറിയാം. അതുകൊണ്ട് സുരേഷ് കൃഷ്ണ ശരി ഉത്തരം. ശരി ഉത്തരം. 100 ലക്ഷം രൂപ പരിഹാരം ഉണ്ടാക്കേണ്ടതായി വന്നു. അത് ഞാൻ വരുത്തിച്ചു നിങ്ങളെ കൊണ്ട്. അതല്ല ഞാൻ ഇത്രയും തെളിവടക്കം തരുമ്പോ നിങ്ങൾ എങ്ങനെ ഇടപെടാതിരിക്കും? ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ലൈഫ് ലൈനും കൂടെ മിച്ചമുണ്ട്. ഏതാണ് ആ ലൈഫ് ലൈൻ? 50-50. ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയും ഇടപെടാറില്ല എന്ന് സൈച്ചേട്ടന് പറയാൻ പറ്റുമോ? എന്റെ അറിവിലില്ല. ഇല്ലേ? എന്റെ അറിവിലില്ല. ഇല്ല, ഞാൻ സൈച്ചേട്ടനെ കോൾ ചെയ്യാൻ കേൾപ്പിച്ചോ. നമ്മുടെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റേ. എന്നെ പോലെ ഒരു അപരൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, കുറെ നാളെ എന്നെ വിറ്റ് ജീവിക്കുന്നു. ഇന്ന് കാണണമെന്നുണ്ടായിരുന്നു. എങ്ങനെയാണോ? സുഖമാണോ? അത്ര സുഖമില്ല. ഇന്നലെ രാത്രി മുതൽ സുഖം വേണോ? സുഖം വേണം. ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. മാജിക്ക് കാണിക്കട്ടെ.
മാജിക്ക് മാജിക്ക് കാണിക്കാം. ഈ കൈ പുറയൂ എന്ന് കാണണോ? വേണ്ട കാണണോ? വേണ്ട. പുറയൊന്ന് കണ്ടോ?